ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൈത്തൺ ഡാറ്റ ടൈപ്സ് പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ പൈത്തണിലെ ഓപ്പറേറ്റേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സാധാ സ്കൂളിൽ പഠിച്ചേക്കണ കൂട്ടുക, കുറക്കുക, ഗുണിക്കുക, ഹരിക്കുക തുടങ്ങിയ സംഭവങ്ങളാണ്. ഇതിന് പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാകും. നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ തൽക്കാലം ബി എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നു. നമ്മൾ ഇത്രയും വീഡിയോസിൽ ചെയ്തത് ജസ്റ്റ് അതിനൊരു വാല്യൂ കൊടുക്കും, എന്നിട്ട് അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഇത്ര വീഡിയോയിൽ ചെയ്തത്. നമുക്ക് ഇതിൽ കുറച്ച് കണക്ക് കൂട്ടലുകൾ നടത്താം. നമുക്ക് 10+5 എന്ന് കൊടുത്തു നോക്കാം. ഇനി ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ 15 നമുക്ക് റിസൾട്ട് കിട്ടി. ഇതുപോലെ കൂട്ടാൻ മാത്രമല്ല നമുക്ക് കുറക്കാം, കണ്ടോ? അതുപോലെ ഗുണിക്കാനായിട്ട് നമ്മൾ ഈ സ്റ്റാർ എന്ന് പറയുന്ന ഐക്കണാണ്, സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ? നമുക്ക് 50 ആൻസർ കിട്ടി. നമുക്ക് അത് ഹരിക്കാൻ സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കവിടെ 2.0 എന്ന് ആൻസർ കിട്ടി. ഇനി നമുക്ക് ഈ പെർസെൻറ്റേജ് സൈൻ, സാധാരണ പോലെ ഇത് നമ്മൾ പെർസെൻറ്റേജ് കാണാനല്ല ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ശിഷ്ടം കണ്ടുപിടിക്കാനാണ് പൈത്തണിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ അവിടെ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, 0. കാരണം 10നെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും കിട്ടുക. നമുക്ക് 3 കൊടുത്ത് നോക്കാം. കണ്ടോ, അവിടെ ശിഷ്ടം 1 കിട്ടി. 10നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം നമുക്ക് 1 കിട്ടും. ഇതാണ് ബേസിക് ഓപ്പറേറ്റേഴ്സ്. ഇത് കൂടാതെ നമുക്ക് ഇനിയും കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് അതിനായി ഞാനിവിടെ ഒരു വേരിയബിൾ ഉണ്ടാക്കും. നമുക്ക് ഒരു ആപ്പിളിന്റെ പ്രൈസ് നോക്കാം. ആപ്പിൾ പ്രൈസ് എന്ന് ഒരു വേരിയബിൾ ഉണ്ടാക്കി. ആപ്പിളിന് 50 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആപ്പിളിന്റെ പ്രൈസ് ഒരു 10 രൂപ കൂടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആപ്പിൾ പ്രൈസ്, അതിലേക്ക് ആപ്പിൾ പ്രൈസ് +10. ഓക്കെ, ഇതിന് ഉത്തരം എന്തായിരിക്കും? നിങ്ങളൊന്ന് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്യാം. അവിടെ ആപ്പിൾ പ്രൈസ് എന്ന് പ്രിന്റ് ചെയ്യുകയാണ്. ആപ്പിൾ പ്രൈസ് പ്രിന്റ് ചെയ്താൽ നമുക്ക് ഇവിടെ 60 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആപ്പിൾ എന്ന വേരിയബിളിലേക്ക് വീണ്ടും ആപ്പിൾ എടുത്ത് അതിൻ്റെ കൂടെ 10 കൂട്ടി ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇതിൽ പൈത്തണിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇപ്പോൾ ചെയ്ത സെയിം കാര്യം തന്നെ നമുക്ക് പ്ലസ് അസൈൻ ഇത് കൊടുത്ത ശേഷം ആ 10 രൂപ കൂടി കൂട്ടിക്കൊടുക്കുക. ഇനി ഒന്ന് പ്രിന്റ് ചെയ്താൽ നമ്മൾക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടും. ഇവിടെ എന്താണ് നടന്നത്? ആ ആപ്പിളിന്റെ പ്രൈസിൽ കൂടി 10 രൂപ കൂട്ടി. അതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. നമുക്ക് ഇവിടെ പ്ലസ് മാത്രമല്ല, നമുക്ക് മൈനസ് കൊടുത്ത് നോക്കാം. ഓക്കെ, കണ്ടോ, 50ൽ നിന്ന് 10 കുറഞ്ഞു. ഇതിന് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് നമ്മൾ പൈത്തണിൽ വിളിക്കും. ഇതുകൂടാതെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് ലളിതമായിട്ടൊന്ന് നോക്കാം. ഞാനിവിടെ ഓറഞ്ച് പ്രൈസ് എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നു. ഓറഞ്ചിന്റെ പ്രൈസ് ഞാനൊരു 30 രൂപ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഞാനൊരു വേരിയബിൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യുമ്പോൾ ആപ്പിൾ പ്രൈസ് തുല്യമാണോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അതിന് 2 = സൈൻ ഉപയോഗിച്ച് ഓറഞ്ച് പ്രൈസ് എന്ന് കൊടുത്ത് നമുക്കത് പ്രിന്റ് ചെയ്താൽ നിങ്ങൾ ഗസ് ചെയ്ത് നോക്കൂ, ഉത്തരം എന്തായിരിക്കും? കണ്ടോ, ഫോൾസ്. അതായത് ആപ്പിളിന്റെ പ്രൈസും ഓറഞ്ചിന്റെ പ്രൈസും തുല്യമല്ല. നമുക്ക് ഇവിടെ ഓറഞ്ചിന്റെ പ്രൈസും ഞാൻ 50 തന്നെ കൊടുത്ത് ജസ്റ്റ് സേവ് ചെയ്തൊന്ന് റൺ ചെയ്യുകയാണ്. കണ്ടോ, ഇപ്പോൾ ട്രൂ വന്നു.
ഈ സംഭവമാണ് നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ കണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 10+20 എന്ന് പറഞ്ഞാൽ ഉത്തരം 30 ആയിരിക്കും. അപ്പോൾ ഒരു ഈക്വൽ ടു അല്ല വരേണ്ടത് നിങ്ങൾ ചിന്തിക്കാം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് 10+20 എന്നത് 30ആണ്. ആ 30നോട് ഈ 30 തുല്യമാണോ എന്നാണ് നോക്കുന്നത്. ആ തുല്യമാണെങ്കിൽ ഇവിടെ ട്രൂവും അല്ലെങ്കിൽ ഫോൾസും ആയിരിക്കും. നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അതിന്റെ ഉത്തരം ട്രൂ ആയിരിക്കും. കണ്ടോ, ഇനി നമുക്ക് ഇതൊന്ന് തെറ്റായ ഉത്തരം കൊടുത്തു നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് പ്രിന്റ് ചെയ്താൽ, ക്ഷമിക്കണം, സേവ് ആയിട്ടുണ്ടായില്ല. പ്രിന്റ് ചെയ്താൽ അത് ഫോൾസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി കമ്പാരിസണിൽ ഇത് കൂടാതെ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യാനായി ഈക്വൽ ടു സൈൻ യൂസ് ചെയ്തു. അതുപോലെ തന്നെ നോട്ട് ഈക്വൽ ടു, തുല്യമല്ല എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനായി ഒരു എക്സ്ക്ലമേഷൻ മാർക്കും അതിൻ്റെ കൂടെ ഒരു ഈക്വൽ ടു സൈനും യൂസ് ചെയ്യാം. എൻ്റെ ഫോണ്ട് കാരണമാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. ഞാൻ ഒരു സ്പേസ് ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയേക്കാൾ വലുതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായി നമുക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്യാം. അതുപോലെ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയേക്കാൾ ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ലെസ് ദാൻ സിമ്പിളും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു സംഖ്യ മറ്റൊരു സംഖ്യയേക്കാൾ വലുതോ തുല്യമോ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിളും അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഈക്വൽ ടു സൈനും യൂസ് ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഈ സെയിം സംഭവം തന്നെ നമുക്ക് ലെസ് ദാൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും സംഭവങ്ങൾ നമുക്കൊന്ന് കോഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ റിസൾട്ട് എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി അതിലേക്ക് ആപ്പിൾ പ്രൈസ് നമ്മൾ ഈക്വൽ ടു തുല്യമാണോ എന്ന് നോക്കാൻ പഠിച്ചു. ഇനി നമുക്ക് നോട്ട് ഈക്വൽ ടു എന്ന് നോക്കാൻ സാധിക്കും. നമ്മളോട് ഈക്വൽ ടു ഓറഞ്ച് പ്രൈസ് കൊടുത്താൽ അതിൻ്റെ ഉത്തരം നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അത് ട്രൂ ആയിട്ട് വരും. കണ്ടോ, കാരണം ആപ്പിളിന്റെയും ഓറഞ്ചിന്റെയും പ്രൈസ് തുല്യമാണ്. ഇനി നമുക്ക് നോട്ട് ഈക്വൽ ടു നോക്കിയാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? അത് ഫോൾസ് ആയിരിക്കും. കണ്ടോ, ഇനി നമുക്ക് നോട്ട് ഈക്വൽ ടു രണ്ടിൻ്റെയും പ്രൈസ് വ്യത്യാസം വരുത്തി നോക്കാം. ഇനി അത് പ്രിന്റ് ചെയ്താൽ അതിൻ്റെ ഉത്തരം ട്രൂ എന്നായിരിക്കും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഗ്രേറ്റർ ദാൻ നോക്കാം. ആപ്പിളിന്റെ പ്രൈസ് ഓറഞ്ചിന്റെ പ്രൈസിനേക്കാൾ കൂടുതലാണോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആപ്പിളിന്റെ പ്രൈസ് ഓറഞ്ചിന്റെ പ്രൈസിനേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? അത് ഫോൾസ് ആയിരിക്കും. ഇനി ആപ്പിളിന്റെ പ്രൈസ് ഓറഞ്ചിന്റെ പ്രൈസിനേക്കാൾ കൂടുതലായി കൊടുത്താൽ അതിന്റെ ഉത്തരം നമുക്ക് ട്രൂ എന്ന് കിട്ടും. അതുപോലെ നമുക്ക് ലെസ് ദാൻ ചെക്ക് ചെയ്യാൻ പറ്റും. ആപ്പിളിന്റെ പ്രൈസ് ഓറഞ്ചിന്റെ പ്രൈസിനേക്കാൾ കുറവാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എന്തായിരിക്കും ഉത്തരം? ആപ്പിളിന്റെ പ്രൈസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം സ്വാഭാവികമായി ഫോൾസ് ആയിരിക്കും. നമുക്ക് ആപ്പിളിന്റെ പ്രൈസ് ഓറഞ്ചിന്റെ പ്രൈസിനേക്കാൾ കുറച്ച് നോക്കാം. ഓക്കെ, ഇനി ഒന്ന് പ്രിന്റ് ചെയ്താൽ നമ്മൾ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. കാരണം ആപ്പിളിന്റെ പ്രൈസ് ഓറഞ്ചിന്റെ പ്രൈസിനേക്കാൾ ചെറുതാണ്. ഇനി നമുക്ക് ആപ്പിളിന്റെ പ്രൈസ് ഓറഞ്ചിന്റെ പ്രൈസിന്റെ തുല്യമാണോ അതോ ചെറുതാണോ എന്ന് നോക്കണം. അതിനായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ, കണ്ടോ, ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാണോ അതോ തുല്യമാണോ, ചെറുതായാലും തുല്യമായാലും കണ്ടീഷൻ ട്രൂ വരും. ഇപ്പോൾ ആപ്പിളിന്റെ പ്രൈസ് ഓറഞ്ചിന്റെ പ്രൈസിനേക്കാൾ ചെറുതാണ്. നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഉത്തരം ട്രൂ ആണ്. ഇനി നമ്മൾ രണ്ടിന്റെ പ്രൈസ് തുല്യമാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ട്രൂ എന്ന് തന്നെ ലഭിക്കും. കാരണം നമ്മളിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ആണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ യൂസ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? തുല്യമായതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ഉത്തരം ട്രൂ എന്ന് തന്നെ ലഭിക്കും. ഇനി ആപ്പിളിന്റെ പ്രൈസ് കുറച്ച് കഴിഞ്ഞാലോ, അപ്പോൾ നമുക്ക് ഫോൾസ് എന്ന് ലഭിക്കും. ഇനി ആപ്പിളിന്റെ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക്
3 ലഭിക്കും. കാരണം എന്താ, ആപ്പിളിന്റെ പ്രൈസ് കൂടുതലാണോ അതോ ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.